നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഡാഷ് ക്യാമറയുടെ ഇൻസ്റ്റലേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയ ഡാഷ് ക്യാമറ മേടിച്ചു. ഇത് ഡ്യുവൽ ചാനൽ ഡാഷ് ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറയുണ്ട്, റെയർ ക്യാമറയുണ്ട്. രണ്ട് ക്യാമറയിലും 1080p ക്വാളിറ്റി ഉണ്ട്. ഫ്രണ്ട് ക്യാമറ ഇച്ചിരി കൂടുതലുണ്ട്, 1296p ഉണ്ട് ഫ്രണ്ട് ക്യാമറയിൽ. റെയർ ക്യാമറ 1080p തന്നെയാണ് അതിൻ്റെ ക്വാളിറ്റി വരുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. നമ്മുടെ രണ്ട് വിൻഷീൽഡിൽ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ അതിൻ്റെ വയറിങ് ത്രൂ ഇതിലായിരിക്കും പോവുക. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹാർഡ്വെയറിങ് അല്ല ചെയ്യുന്നത്, നമ്മൾ ഫ്രണ്ടിലെ 12 വോൾട്ട് സോക്കറ്റിൽ നിന്ന് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് പവർ. അപ്പം പാർക്കിംഗ് മോണിറ്ററിങ് നിലവിലുണ്ടായിരിക്കില്ല, അല്ലാതെ റണ്ണിങ്ങിലായിരിക്കും ക്യാമറ ഓടുക. അപ്പോൾ നേരെ ഇൻസ്റ്റലേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ബോക്സിലെ കണ്ടൻസ്. ഇത് നമ്മുടെ മെയിൻ ക്യാമറ, ഇതാണ് റിവേഴ്സ് ക്യാമറ, ബാക്കിലേക്ക് വരും. ഇത് അതിൻ്റെ ഫ്രണ്ട് ക്യാമറ പിടിപ്പിക്കാനുള്ള ക്ലിപ്പ്, ഇത് ബാക്കിലേക്കുള്ള വയർ, ഇത് പവർ കേബിൾ. ഇത്ര സാധനങ്ങളാണ് ക്യാമറയിൽ വരുന്നത്. ഇനി രണ്ട് ഫിലിമും കൂടെ ഉണ്ട്. ആദ്യം നമ്മൾ ഈ റെയർ ക്യാമറയാണ് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആണ് നമ്മളത് പിടിപ്പിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒന്ന് വൈപ്പ് ചെയ്യണം. അപ്പോൾ അതിന് യൂഷ്വൽ ഒരു വൈപ്പ് എടുക്കുക, എന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളവിടെ പിടിപ്പിക്കാൻ പോകുന്നത്. ആ വൈപ്പിൻ്റെ ലിക്വിഡിറ്റിയൊക്കെ നമ്മളൊന്ന് കുറച്ച് കളയുക, അല്ലെങ്കിൽ ഇച്ചിരി വെയിറ്റ് ചെയ്യുക, അതൊന്ന് പോകാൻ വേണ്ടി. ഇനി നമ്മൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ അവിടെ ഒട്ടിക്കണം. ഇതിങ്ങനെ പീൽ ചെയ്തെടുക്കുക, ഈ പീസ് കളയുക. ചെറിയൊരു സ്റ്റിക്കി ഉണ്ട്, എന്നിട്ട് ഇതിൽ ചെറിയൊരു മാർക്കിംഗ് ഉണ്ട് അവിടെ ക്യാമറ വെക്കേണ്ടതെന്നുള്ളത്. ഇത് ചുമ്മാ വെറുതെ ഇതിങ്ങനെ സെൻറ്റർ നോക്കി അങ്ങ് ഒട്ടിക്കുക, എന്നിട്ട് ഈ കുമിളയൊക്കെ കളയണം. കാർഡ് വല്ലതും വെച്ച് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിനകത്ത് മറ്റേ കുമിളയൊക്കെ എല്ലാം കളഞ്ഞെടുത്തുക. അങ്ങനെ വൃത്തിയായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടിക്കാം. ഇത് ഒട്ടിക്കാനായിട്ട് ഇവിടെ ഒരു 3mm സ്റ്റിക്കറുണ്ട്. ഇത് പോരാന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ സ്റ്റിക്കറും കൂടെ അവർ തരുന്നുണ്ട്. പക്ഷെ നമുക്ക് തൽക്കാലം ഇത് മതിയാവും. ഇത് പൊളിച്ച് കളയുക. അപ്പം ഇനി നമുക്ക് ഒട്ടിക്കാവുന്നേ ഉള്ളൂ. ഇത് ചുമ്മാ ക്യാമറയുടെ ഒരു കവറ്, അതുകൊണ്ട് ഞാൻ കളഞ്ഞു. ഇവിടെ ചെറിയ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങോട്ടാണ് ഇതിൻ്റെ അപ്പ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവർ പറയുന്ന വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഒട്ടിക്കാനാണ് അവർ പറഞ്ഞത്, ഇത് അപ്പായിട്ട്. അത് കുഴപ്പമുണ്ടാവില്ല. അപ്പം ഞാൻ ഇതിങ്ങനെ തന്നെ ഒട്ടിക്കും. അല്ലെങ്കിൽ വേണേൽ നമുക്ക് തിരിച്ച് ഒട്ടിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഈ മോഡ്യൂൾ ഇങ്ങനെ തിരിക്കാവുന്നതാണ്. ഇതിങ്ങനെ കറങ്ങും നമ്മുടെ അഡ്ജസ്റ്റ്മെൻ്റ് അനുസരിച്ച്. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇത് കറക്കി നമ്മുടെ വിഷ്വൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ നടുക്കൊരു മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ മാർക്കിങ്ങിൽ ഏകദേശം നടുക്കായിട്ടും ഒട്ടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഒട്ടിച്ചു. ഇനി നമ്മൾ ഈ വയറിങ്ങനെ പതുക്കെ ഇതിൻ്റെ ബാക്കിൽ കൂടെ ടക്ക് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ വിടുക. ഏത് സൈഡിൽ കൂടെ വേണമെങ്കിലും വിടാം. ഞാൻ പിന്നെ കഴിഞ്ഞ തവണ മറ്റേ ഈ സൈഡിൽ കൂടെ തന്നെ വിട്ടുകൊണ്ട് ഇതിലങ്ങ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വയറുണ്ട്, ആ വയർ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം ഞാനിതിവിടെ വയ്ക്കുകയാണ്. ഇനി അതിൻ്റെ വയറിങ് ചെയ്യണം. ഇനി നമ്മൾ ഈ പാനൽ ചെറുതായിട്ട് ഇളക്കിയിട്ട് അതിലാണ് മറ്റേ അടുത്ത വയർ വരുന്നത്. ഇതിങ്ങനെ വരുന്നത് ഇനി ഈ ബീഡിങ്ങിലോടെ എടുത്ത് ഈ ബീഡിങ് നമ്മൾ അഴിച്ച് ഈ പാനൽ അഴിച്ച് ഈ ബീഡിങ് എടുത്ത് ഈ ബീഡിങ് കൂടെ ഇതിൽ കറക്കി ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന കേബിൾ. ഇത് ഇച്ചിരി അത്യാവശ്യം നീളമുണ്ട് ഈ കേബിളിന്. ഇതിങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഫ്രണ്ടിലേക്കുള്ള ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് അഡീഷണൽ വരുന്ന കേബിൾ നമുക്ക് ബാക്കിൽ തന്നെ ഒരു ചുരുട്ടി വയ്ക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് എടുക്കുകയാണ്. ഏകദേശം ഇതിലാണ് നമ്മൾ കേബിൾ ഇടുക. ഇവിടെ വന്നു, ഇനി ഇതിലെ കയറി ഇങ്ങനെ വന്ന് ഏകദേശം ഇത്രയും കേബിളാണ് നമുക്കിവിടെ വേണ്ട. ബാക്കിയുള്ളത് നമ്മളോട് ചുരുട്ടി വയ്ക്കും. അപ്പോൾ ഏകദേശം നമ്മൾ ഇത്രയും എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്, അഡീഷണൽ വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ കണക്ഷൻ വരും. അത് കണക്ട് ചെയ്തു. ഇനി അഡീഷണൽ ഉള്ളത് ഞാൻ ഇവിടെ ഈ ഗ്യാപ്പിലും വയ്ക്കുകയാണ്. നമുക്ക് എവിടെ ഉള്ള വയ്ക്കാൻ വേണേൽ ഫ്രണ്ടിൽ വെച്ചാലും മതി. പക്ഷെ എന്നാലും ഇവിടെ ഇച്ചിരി സ്ഥലം ഉള്ളതുകൊണ്ട് അവിടെയും വെച്ചു. എന്നിട്ട് നമുക്ക് ഈ പാനൽ അടയ്ക്കാം. ഞാൻ നമ്മുടെ ബാക്കിലെ പരിപാടി കഴിഞ്ഞു. ഇനി ഫ്രണ്ടിലേക്ക് പോവാണ്. ഇതിൻ്റെ ബാലൻസും സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ പവർ കേബിളും കൂടെ പോകണം. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ ബാക്കി ചെയ്യാം. ബാക്കി എന്നുള്ള വയർ നമ്മൾ ഓൾറെഡി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ പവർ കേബിൾ. ഇത് നമ്മുടെ ചാർജറിൽ നിന്ന് കാർ ചാർജറിൽ നിന്ന് കുത്തിയെടുക്കാനുള്ളത്. കാർ ചാർജറും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇത് C ടൈപ്പാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. ഇത് നമ്മൾ ക്യാമറയിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതും കൂടെ ഇവിടെ നിന്ന് ഇതിൻ്റെ ആ വയറിങ് ഒന്ന് ഇട്ടിട്ട് വേണം ഈ ഭാഗത്തെ കൊണ്ട് ഉറപ്പിക്കാൻ. കാർ ചാർജറിലേക്ക് കുത്തുന്ന ഈ എൻഡ് ഇതിലിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ കറക്കി താഴെ വീഴാത്ത രീതിയിൽ ഇവിടെ വല്ലതും ഉടയ്ക്കുമെന്ന് വെച്ചിട്ട് ഇതിലെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലെ കയറ്റി ഇതിലിങ്ങനെ എടുത്തു. ഇനി ഇതിൽ വെറുതെ ചുമ്മാ കറക്കി എടുക്കുക. അപ്പോൾ താഴെ ലൂസായിട്ട് കിടക്കണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ ഇതിലിങ്ങനെ വിട്ടിട്ട്
ഇതെടുത്തു. എന്നിട്ട് ഇതിപ്പോൾ കറക്റ്റാണ്. എന്നിട്ട് നമ്മളിതിവിടെ പവറിൽ കൊടുക്കുകയാണ്. അപ്പോൾ ആ കേബിൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി ഇവിടം വരെ കൊണ്ടുവന്ന് ഇനിപ്പിച്ച അഡീഷണൽ കേബിൾ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ അങ്ങോട്ട് സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിക്കും. ഇതിവിടെ ചെറിയൊരു ക്യാപ്പിളുടെ അടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെച്ചു. ബാക്കിൽ നിന്ന് വന്ന കേബിളും കൂടി ഇങ്ങോട്ട് പിടിപ്പിക്കണം. ഇനി താഴെ ബാക്കിൽ നിന്നുള്ളതും രണ്ടും കൂടെ ഈ ഫ്രണ്ടിലേക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് ടക്ക് ചെയ്ത് വിടുവാണ്. ഇവിടെ ഇച്ചിരി കൂടുതലുണ്ട്, ഇച്ചിരി കൂടെ നമുക്ക് ഇതിനകത്ത് ടക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിതൊന്ന് അടച്ചിട്ട് ബാക്കി ഇവിടെ ടക്ക് ചെയ്യാം. ഈ പീസാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. പക്ഷെ നമുക്കിത് പഴയ ക്യാമറയുടെ ഉള്ളതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ 3M സ്റ്റിക്കർ പറിച്ച് കളഞ്ഞ് ഇതിവിടെ ഒട്ടിച്ചാൽ മതി. ഇവിടെ വെച്ചിട്ട് താഴെ ഇവിടെ ഒട്ടിച്ചാലും മതി. ഇപ്പം നമുക്കിനി ഈ ക്യാമറയിൽ നിന്ന് ഇതുണ്ട്, ഈ സ്ലോട്ട് ഉണ്ടല്ലോ, അത് ഇത് രണ്ടിനും കറക്റ്റാണ്. പഴയ ഡാഷ് ക്യാമറയുടെയും ഇതിൻ്റെയും കറക്റ്റാണ്. അപ്പോൾ ഇത് വെറുതെ കൂടെ ഇറക്കി വെച്ചാൽ മതി. അപ്പം ഞാനത് ഇറക്കി വെക്കുന്നതിന് മുമ്പ് ഈ കണക്ഷൻ കൊണ്ട് കൊടുക്കുവാണ്. പവറിൻ്റെ കേബിള്, ഇത് ബാക്ക് ക്യാമറയുടെ. ഇതിങ്ങനെ വെച്ചിട്ട് ഇച്ചിരി ഒന്ന് സ്ലൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ആപ്പിൽ നോക്കിയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി പവർ വന്നു, ഇത് വർക്കായിട്ടുണ്ട്, അതാണ് ലൈറ്റ് തെളിയുന്നത്. ഇനി നമുക്ക് ആപ്പിൽ കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ DDPIയുടെ ആപ്പിലാണ് ഇനി നമ്മൾ കയറി കണക്ട് ചെയ്ത് നോക്കണ്ടേ. ഇത് എൻ്റെ പഴയ ക്യാമറ ആഡ് ചെയ്ത് കിടക്കുന്നത്. നമ്മൾ പുതിയ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ പ്ലസ് ഉണ്ട്, അത് നിൽക്കുക. എന്നിട്ട് ഡിവൈസ് വിതൗട്ട് സ്ക്രീനാണിത്, അതെടുക്കുക. നെക്സ്റ്റ് ഈ വൈഫൈയിൽ കണക്ട് ചെയ്യണമെന്ന് പറയണേ. 1234567890 ആണ് അതിൻ്റെ ഇപ്പോഴത്തെ പാസ്വേഡ്. അപ്പോൾ ഇത് കണ്ടോ, അവർ ആ വൈഫൈ കണ്ടുപിടിച്ച് പാസ്വേഡും കൊടുത്തു. നമ്മൾ കണക്ട് കൊടുക്കുക. അത് ഇനീഷ്യൽ പാസ്വേഡാണ്, നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് കണക്റ്റായി. കണക്റ്റഡ് എന്നും പറഞ്ഞു വന്നു. നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുവരെയുള്ള വിഷ്വൽസൊക്കെ കാണാൻ പറ്റും. ഇത് ഇപ്പോൾ എത്ര നേരം ഓണായിരുന്ന സമയത്ത് എടുത്ത വിഷ്വൽസൊക്കെയാണ് ഈ കാണുന്നത്. എല്ലാം 1 മിനിറ്റിൻ്റെ ക്ലിപ്പുകളായിട്ടാണ് സേവ് ആവുന്നതെന്ന് തോന്നുന്നു. ഇനി നമുക്കിതിൻ്റെ കറണ്ട് വ്യൂ കാണാനായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നോക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് അവർ ചെറുതായിട്ട് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരുന്നത്. അത് തൽക്കാലം കോട്ടറ്റെന്നും പറഞ്ഞടിക്കുക. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ വിഷ്വലാണ് കാണുന്നത്. ഇനി ക്യാമറ ഞാൻ പയ്യെ ഇങ്ങനെ ചെറുതായിട്ട് അനക്കാൻ പോവുകയാണ്. നമുക്ക് ആവശ്യത്തിന് ചെറുതായിട്ടൊന്ന് അനക്കി സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതുകൊണ്ട് ഈ ക്ലോസ് അടക്കി കഴിഞ്ഞാൽ ഇത് പോവും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ വിഷ്വൽസ്. അപ്പോൾ ഇതൊരു നിരപ്പായ സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ നോക്കി സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ വിഷ്വലിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ക്യാമറ സ്വിച്ച് ചെയ്യാനായിട്ട് ചെറിയൊരു ബട്ടണുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം റെയർ ക്യാമറ വരും. ഇത് റെയർ ക്യാമറ നമുക്ക് ഇതും ആദ്യം കാണിച്ച പോലെ തന്നെ ആ ക്യാമറ ചെറുതായിട്ട് കറക്കി കഴിഞ്ഞാൽ ഈ വിഷ്വലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിപ്പോൾ വലിയ കുഴപ്പമില്ലാതാണ് ഇരിക്കണേ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കറക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോളുക. അപ്പോൾ അതാണ് റെയർ ക്യാമറയുടെ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഡാഷ് ക്യാമറയുടെ ഇൻസ്റ്റലേഷൻ. വളരെ സിമ്പിൾ പരിപാടിയാണ്, നമുക്ക് തന്നെ ചെയ്യേണ്ട കേസേ ഉള്ളൂ ചെയ്യാനാണെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം ബാക്ക് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തു, ഫ്രണ്ട് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം വയറിങ് ഇതിന് ത്രൂവിലൂടെ ഈ ബീഡിങ്ങും ഈ ഫ്ലാപ്പുകളൊക്കെ തുറന്ന് അങ്ങനെ ചെയ്തു. അപ്പോൾ അത്രയുള്ള പരിപാടി. വണ്ടി ഓണായിരിക്കുമ്പോൾ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. നിലവിൽ നമുക്ക് പാർക്കിംഗ് മോണിറ്ററിങ് ഇല്ല. പക്ഷേ ഈ വണ്ടി ഫോർഡ് ആസ്പയർ ആണ്. ഇതിൽ ഇങ്ങനെ ചില വണ്ടികൾക്ക്, ഈ വണ്ടി അടക്കം ചില വണ്ടികൾക്ക് നമ്മൾ വണ്ടി ഓഫ് ചെയ്താലും പവർ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സിഗരറ്റ് ലൈറ്ററിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോ അതോ എന്തോരം നേരമെന്നറിയില്ല, ഏതായാലും ഓഫ് ചെയ്താലും സംഗതി ക്യാമറ സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഈ ആപ്പിലൊരു സെറ്റിംഗ് ഉണ്ട്, 15 മിനിറ്റ് കഴിയുമ്പം നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് ഇടാനുള്ളത്. ഓട്ടോമാറ്റിക്കലി വണ്ടി നിർത്തി കഴിഞ്ഞാൽ 15 മിനിറ്റ് കൂടെ റെക്കോർഡാവും, അത് കഴിഞ്ഞിട്ട് തന്നെ ഓഫായി പോകും. അപ്പോൾ അത് ഓണാക്കി ഇടാൻ മറക്കരുത്. അതിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം എടുക്കുന്ന വണ്ടി അല്ലെങ്കിൽ ബാറ്ററി ഇറങ്ങിപ്പോവും. അതുമാത്രം ശ്രദ്ധിക്കുക, അത് ഓണാക്കി ഇടാൻ മറക്കരുത്. അപ്പോൾ അത്രയൊക്കെയാണ് ഡാഷ് ക്യാമറയുടെ ഇൻസ്റ്റലേഷനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.